അപ്പോൾ നമ്മൾ വന്നേക്കണതേ എളമക്കരയിലുണ്ടോ, കലൂർ എളമക്കരയിലാണ് വന്നേക്കണത്. ഇത് നമ്മൾ മുന്നേ ഇവിടെ വെച്ച സിലിണ്ടറാണ്. അന്ന് വന്നപ്പോൾ അയൺ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. മോട്ടർ ലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു സിലിണ്ടർ മാത്രമുള്ള കാരണം നമ്മൾ ഗ്രാവിറ്റിയിൽ നിന്ന് ചെയ്തത്. ഇപ്പോൾ ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നേക്കണം കേട്ടോ. കണക്ഷൻ കൊടുത്തൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് വാഷ് ഇതിൻ്റെ കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഫിൽറ്ററിൽ കിട്ടി കഴിഞ്ഞാൽ നേരെ ടാങ്കിലേക്ക് വെള്ളം വീഴും കേട്ടോ. ടാങ്കിൽ വെള്ളം വീണ് തുടങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എറണാകുളം എളമക്കര, അതായത് കലൂർ എളമക്കരയിൽ നമ്മൾ വന്നിട്ടുള്ളത്. എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് സ്റ്റിക്കറില്ല എന്നുള്ള പരാതികൾക്ക് നമ്മൾ വിരാമം കുറിക്കണ്ട. അപ്പോൾ നമ്മളെ സ്റ്റിക്കർ മുട്ടിക്കുന്നു. സ്റ്റിക്കർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് വെള്ളം വന്നേ ബാക്ക് വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കണക്ഷനുകളൊക്കെ കൊടുത്ത് ടാങ്കിലേക്ക് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ടാങ്കിലേക്ക് വീഴുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടുണ്ടാണ് വീഴുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മിത് മുമ്പ് വെച്ച സിലിണ്ടറാണ്. അപ്പോൾ ആ സിലിണ്ടർ പോരായിക വന്നു. കാരണം അത്രയും അയൺ കണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ മോട്ടർ ലൈനിൽ കൊടുക്കണമെങ്കിൽ ഒരെണ്ണം കൂടി അത്യാവശ്യമായതുകൊണ്ടാണ് ഒരെണ്ണം കൂടി വെപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എളമക്കരയിലെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് നമ്മൾ ചെയ്തേക്കണതേ മുമ്പ് ഒരുത്തിയിൽ നമ്മൾ കലൂർ നോർത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഒരു ഇക്കാക്ക് നമ്മൾ വെച്ചു കൊടുത്തായിരുന്നു. ആ ഇക്കാടെ കെയർ ഓഫിലാണ് നമുക്ക് ഇവിടെ വെക്കേണ്ട വന്നത് മുമ്പ്. അപ്പോൾ ഇക്ക ഒരെണ്ണം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ പിന്നീട് അത് ഈ മോട്ടർ ലൈനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടെണ്ണം ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾക്ക് ഓരോ കസ്റ്റമറിൻ്റെയും കെയർ ഓഫിലാണ് ഇപ്പോൾ കൂടുതൽ വർക്കുകളൊക്കെ വരുന്നത്. കാരണം നമ്മളിലുള്ള വിശ്വാസത്തോണ്ടായിട്ടാണ് അവരൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പൈസയ്ക്ക് നല്ല വൃത്തിയായിട്ട് നല്ല ക്ലിയറോടെ മനസംതൃപ്തിയോടെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകളായി ഇപ്പോൾ യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ നേരിട്ടൊക്കെ കിട്ടണത് ഒരുപാട് കസ്റ്റമറായി യൂട്യൂബ് വഴി തന്നെ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി ഞാൻ പറയണ്.